അപ്പൊ സത്യത്തിൽ അവിടുത്തെ ആളുകളെ, പ്രത്യേകിച്ച് അവിടുത്തെ ഇപ്പൊ താമസിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ പരിശോധിക്കുക. സത്യത്തിൽ മതസംഘടനകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മതവിഭാഗത്തിന് അവിടെ താമസിക്കുന്നവരെ നാളെ കുടിയൊഴിപ്പിക്കണം എന്ന് പറയുന്ന ഒരു നിലപാടേ ഇല്ല. ഇത് അമിക്കബിളായി സെറ്റിൽ ചെയ്യണം, ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്യാൻ അതിലുള്ള എല്ലാ കക്ഷികളും ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് അപ്പുറത്തപ്പുറത്തും നിമിഷങ്ങൾ കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയം. അതെന്താണ് ഇപ്പോഴും അതിന്റെ മുകളിൽ ഒരു നിലപാട് ഈ ഗവൺമെന്റ് പറയാത്തത്? അതുകൊണ്ട് ഗവൺമെന്റ് ഇത്രയും വൈകിച്ച് ഇത്രയും വലിയ ധ്രുവീകരണം ഉണ്ടാക്കിയതിലെ മുഖ്യ പ്രതി ഇടതുപക്ഷ ഗവൺമെന്റാണ്. പിന്നെ അതിനെ വീണ്ടും അത് വ്രണമാക്കി അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് BJPയുമാണ്. ഇതിൽ മുസ്ലിം സംഘടനകൾക്കും ക്രിസ്തീയ സമൂഹത്തിനും ഇതിൽ ഒരു തരത്തിലും അവരെ കക്ഷി ചേർക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ സംഭവവികാസങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇത് തീർക്കണം. രണ്ട് കമ്മ്യൂണിറ്റിയെ തമ്മിൽ തല്ലിക്കുന്ന ഒരവസ്ഥ ഈ കേരളത്തിൽ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ റിക്വസ്റ്റ്.